blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ ഇത് സാധ്യമാക്കി തീർത്ത സാമ്പത്തിക സഹകാരികൾക്ക് വേണ്ടി ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കൊച്ചിയിൽ നിന്നുള്ള ജോസഫിനും അന്നമ്മയ്ക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇപ്പോഴത്തെ അവരുടെ ബിസിനസ്സിൻ്റെ മേൽ പ്രത്യേകമായ അനുഗ്രഹങ്ങളെ അങ്ങ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ഒരു പുതിയ ബിസിനസ് ആരംഭിക്കാനും കർത്താവ് സഹായിക്കണമേ. അമ്മയ്ക്ക് എല്ലാ രോഗങ്ങളിൽ നിന്നും പൂർണ്ണ സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജോസഫ് എന്ന സഹോദരനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മനസ്സിലുള്ള എല്ലാ മുറിവുകളും മാറുവാൻ അങ്ങ് സഹായിക്കണമേ. താങ്ക് യു ജീസസ്. കുവൈറ്റിൽ നിന്നുള്ള റീന യോഗേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, റീനയ്ക്ക് ഒരു മാനേജർ ആയി നല്ല ഒരു ജോലി ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. അതുപോലെ സാമ്പത്തികമായ എല്ലാ ബാധ്യതകളും കർത്താവെ അങ്ങ് മാറ്റിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾ പ്രേരണയ്ക്ക് വേണ്ടിയും ട്വിങ്കിളിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുവാൻ, അവരുടെ മെമ്മറി പവർ കൂടാനും വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അടിമാലി ജൂൺ 10 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പഞ്ചായത്ത് ടൗൺ ഹാൾ, അടിമാലി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കട്ടപ്പന ജൂൺ 11 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, കട്ടപ്പന. ക്രിസ്തുവേ എന്നെയും നീ നിസ്തുല സ്നേഹത്താലേ, ക്രിസ്തുവേ എന്നെയും നീ നിന്മകനാക്കുവാൻ, തിന്മകൾ നീക്കുവാൻ വെൺമഹിമ വെടിഞ്ഞോ. യേശുവേ, നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ, നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ, നിൻ പാദം കുമ്പിടുന്നേ. സ്നേഹത്തിനാഴിയിൽ മുങ്ങി ഞാൻ ഇന്നും മണ്ണിൽ, സ്നേഹത്തിനാഴി തന്നിൽ മുങ്ങി ഞാൻ ഇന്നു മണ്ണിൽ. ആമയം മാറിയും ആനന്ദമേറിയും വാഴുന്നു ഭീതി എന്നെ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ,
In the Garden of Eden, ഏദൻ തോട്ടത്തിൽ വെച്ച് our first parents, the first parents of mankind, they failed in the battlefield of the mind. ഏദൻ തോട്ടത്തിൽ നമ്മുടെ ആദിമ പിതാക്കന്മാർ ആദാമും ഹൗവയും അവരുടെ മനസ്സിന്റെ യുദ്ധക്കളത്തിൽ അവർ തോറ്റുപോകുവാനിടയായി തീർന്നു. But in another garden, the Garden of Gethsemane, our Lord Savior, our Lord and Savior Jesus won the battle for us. എന്നാൽ മറ്റൊരു തോട്ടത്തിൽ, ഗെത്സമന തോട്ടത്തിൽ നമ്മുടെ രക്ഷകനായ യേശു കർത്താവ് അന്ന് അവിടെ വെച്ചൊരു യുദ്ധം ജയിക്കുവാനിടയായി തീർന്നു. Every day in our mind, sometimes bad, evil, pessimistic thoughts can come. എല്ലാ ദിവസവും നമ്മുടെ മനസ്സിനകത്തേക്ക് തെറ്റായിട്ടുള്ള അശുഭ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. Sometimes worries will come to our mind and heart. ചില സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് നിരാശയുടെ ചിന്തകൾ വരാറുണ്ട്. How will I meet the needs of my children? എൻ്റെ കുട്ടികളുടെ ആവശ്യങ്ങൾ ഞാൻ എങ്ങനെ ചിലവഴിക്കും? How will I build my house? എങ്ങനെ ഞാൻ എൻ്റെ വീട് പണിയും? How will I educate my children? എൻ്റെ കുട്ടികളെ ഞാൻ എങ്ങനെ പഠിപ്പിക്കും? How will I marry off my girls? എങ്ങനെ ഞാൻ എൻ്റെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കും? Lot of worries. ഒത്തിരി നിരാശയുടെ ചിന്തകൾ That is വരാറുണ്ട്. happening in the mind. അത് സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിനകത്താണ്. But let me tell you, with the help of the Holy Spirit, in prayer you can win the battle. ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ഞാൻ പറയട്ടെ, പ്രാർത്ഥനയിലൂടെ നിനക്ക് ആ യുദ്ധത്തെ ജയിക്കുവാൻ കഴിയുന്നതാണ്. Hallelujah. ഹല്ലേലൂയ. That's why the Holy Spirit is with us. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെയുള്ളത്. The same Holy Spirit that helped our Lord Jesus to win the battle in the Garden of Gethsemane is with us today to help us win each and every battle. നമ്മുടെ രക്ഷിതാവായ യേശു കർത്താവിനെ ഗെത്സമന തോട്ടത്തിൽ വെച്ച് തന്റെ മനസ്സിലൂടെ കടന്നുപോയ ആ യുദ്ധത്തിൽ ജയിക്കുവാൻ സഹായിച്ച പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് കൂടെയുണ്ട്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന സകല യുദ്ധത്തിൽ നിന്നും നമ്മളെ ജയിക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. Sometimes confusion will come to our mind. ചില സമയത്ത് പല സംശയങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരും. But with the help of the word of God, we can delete, we can nullify all the confusions. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന എല്ലാ സംശയങ്ങളും എല്ലാ കൺഫ്യൂഷനുകളെയും നമുക്ക് ജയിക്കുവാൻ കഴിയുന്നതാണ്. Sometimes unbelief will come. ചില സമയത്ത് അവിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് വരാം. Sometimes anger will come. ചില സമയത്ത് ദേഷ്യം വരാവുന്നതാണ്. Sometimes depression will come. ചില സമയത്ത് ഒത്തിരി വിഷാദങ്ങൾ വരാറുണ്ട്. Sometimes disappointments will come. ചില സമയത്ത് നിരാശകൾ വരാറുണ്ട്. All these negative things we can overcome with the help of the word of God and with the help of the Holy Spirit. In prayer. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഈ ചിന്തകൾ, നിരാശകളിനെ എല്ലാം നമുക്ക് നമ്മുടെ മനസ്സിൽ നമുക്ക് ജയിക്കുവാൻ കഴിയുന്നതാണ്. പരിശുദ്ധാത്മാവിന്റെയും ദൈവത്തിന്റെ വചനത്തിന്റെയും സഹായത്താൽ നമുക്കത് സാധ്യമാകുന്നതാണ്. Hallelujah. Hallelujah. Some of us are constantly in this kind of a battle in the mind. നമ്മൾ പലരും തന്നെ ഇതുപോലെയുള്ള ഒരു യുദ്ധം നമ്മുടെ മനസ്സിന്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. We're going to read Romans chapter 8. നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം നമ്മൾ വായിക്കാൻ പോവുകയാണ്. Verses 5 through 9. അതിന്റെ 5 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങൾ. Those who live according to the flesh have their minds set on that the flesh desires. But those who live in accordance with the Spirit have their minds set on what the Spirit desires. റോമർ 8:5 ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവർ പാപത്തിന്റെ കാര്യങ്ങളിലും ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവർ ആത്മീയ കാര്യങ്ങളിലും മനസ്സുറപ്പിക്കുന്നു. Verse number 6, the mind governed by the flesh is death, but the mind governed by the Spirit is life and peace. 6-ാമത്തെ വാക്യം, ജഡത്തിന്റെ ചിന്ത മരണത്തിൽ കലാശിക്കുന്നു, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവുമാകുന്നു. Listen to this, there are two kinds of minds. ഞാൻ ഇത് ശ്രദ്ധിച്ചാലും 2 തരത്തിലുള്ള മനസ്സുകളുണ്ട്. One kind of mind is governed by the flesh or the carnal nature. ഒന്നാമത്തെ തരത്തിലുള്ള മനസ്സ് എന്ന് പറയുന്നത് അതിനെ നിയന്ത്രിക്കുന്നത്, നയിക്കപ്പെടുന്നത് നമ്മുടെ ജഡമാണ്. And the other kind of mind is governed by the Spirit of God. മറ്റേ തരത്തിലുള്ള രണ്ടാമത്തെ മനസ്സ് എന്ന് പറയുന്നത് അത് നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. Are you with me? നിങ്ങൾ എന്നോട് കൂടെയുണ്ടോ? How many of you are with me? നിങ്ങൾ എത്ര പേർ എന്നോട് കൂടെയുണ്ട്?
So some people's mind are governed by their sinful nature. ചില ആളുകളുടെ മനസ്സ് നയിക്കപ്പെടുന്നത് അവരുടെ പാപ സ്വഭാവങ്ങളാണ്. But the Holy Spirit is very much available to us so that we can be governed and led by the Spirit of God. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ അടുക്കൽ നമുക്ക് ഏറ്റവും അടുത്തുണ്ട്, നമുക്ക് ഏറ്റവും ലഭ്യമായിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയുന്നതാണ്. Now let's read verse number 7. നമുക്ക് 7-ാമത്തെ വാക്യം വായിക്കാം. The mind governed by the flesh is hostile to God. It does not submit to God's law, nor can it do so. 7-ാമത്തെ വാക്യം, ജഡമനസ്സ് ദൈവത്തോട് ശത്രുതയുള്ളതാകുന്നു, അത് ദൈവിക പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ അതിന് സാധിക്കുകയുമില്ല. Those who are in the realm of the flesh cannot please God. ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. You, however, are not in the realm of the flesh, but are in the realm of the Spirit. If indeed the Spirit of God lives in you, and if anyone does not have the Spirit of Christ, they do not belong to Christ. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ജഡ സ്വഭാവത്താലല്ല ആത്മാവിനാലാണ് നിയന്ത്രിക്കപ്പെടുന്നത്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. Hallelujah. ഹല്ലേലൂയ. One more big hallelujah. കൈകൾ ഉയർത്തി ഒരു വലിയ ഹല്ലേലൂയയോടെ പറഞ്ഞാലും. In the beginning years with the Lord Jesus in my life, എൻ്റെ ജീവിതത്തിൽ യേശു കർത്താവിനോടുള്ള എൻ്റെ ജീവിതത്തിന്റെ തുടക്കകാലങ്ങളിൽ there were a lot of battles going on in the mind. എൻ്റെ മനസ്സിനകത്ത് ഒത്തിരി യുദ്ധങ്ങൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. I never knew how to handle them. എനിക്കറിയില്ലായിരുന്നു എങ്ങനെ ഇതിന്റെ പുറത്ത് കടക്കണമെന്നുള്ളത്. And slowly the Holy Spirit started to train me. പതുക്കെ പരിശുദ്ധാത്മാവ് എന്നെ പരിശീലിപ്പിക്കുവാൻ തുടങ്ങി. David says, "It is my Lord who trains my fingers to wage war." ദാവീദ് പറയുകയാണ്, എൻ്റെ കർത്താവാണ് എൻ്റെ വിരലുകളെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി എന്നെ അഭ്യസിപ്പിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. So God can train us in this battle that is going on in the mind. അതുകൊണ്ട് ഇതേ രീതിയിൽ തന്നെ ദൈവത്തിന് നമ്മുടെ മനസ്സിന്റെ അകത്ത് നടക്കുന്ന യുദ്ധത്തിൽ അതിനെ നേരിടുന്നതിന് വേണ്ടി നമ്മളെ പരിശീലിപ്പിക്കുവാൻ കഴിയുന്നതാണ്. Hallelujah. ഹല്ലേലൂയ. So how many of you want that training? നിങ്ങളിരിക്കുന്ന എത്ര പേർക്ക് ആ ദൈവത്തിൽ നിന്നുള്ള പരിശീലനം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? Hallelujah. ഹല്ലേലൂയ. So over the years the Holy Spirit was my trainer. കഴിഞ്ഞ നാളുകളിലെല്ലാം പരിശുദ്ധാത്മാവ് എൻ്റെ പരിശീലകനായിരുന്നു. And I was his trainee and student. ഞാൻ ആ പരിശുദ്ധാത്മാവിന്റെ പരിശീലനത്തിന്റെ കീഴിൽ ഒരു പഠിതാവിനെ പോലെയായിരുന്നു. And the Holy Spirit slowly made me understand how to use the word of God to battle against the bad things that was coming into my mind. പരിശുദ്ധാത്മാവ് പ്രധാനമായും എന്നെ പഠിപ്പിച്ചത് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെ എങ്ങനെ ദൈവത്തിൻ്റെ വചനം ഉപയോഗിച്ച് അതിനെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞത്. Some people have a misunderstanding. ചില ആളുകൾക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട്. They think that if you are very good, if you are very much educated, you will grow in mind and you can be a winner in this battle that is going on in the mind. ചില ആളുകൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒത്തിരി നല്ല വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ മേഖലയിലുള്ള ഈ യുദ്ധത്തിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ജയിക്കാവുന്നതാണ്. But we read about highly educated people committing great sins in the newspapers. എന്നാൽ നമ്മൾ നമ്മുടെ പത്രം മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണാറുണ്ട് ഒത്തിരി വിദ്യാഭ്യാസം വലിയ വിദ്യാഭ്യാസങ്ങൾ നേടിയിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ അവർ പാപങ്ങൾ ചെയ്യുന്നത്. So your education will not help you in this mental battle. നിങ്ങളുടെ വിദ്യാഭ്യാസം ഒരിക്കലും നിങ്ങളുടെ ഈ മനസ്സിന്റെ യുദ്ധത്തിൽ നിങ്ങളെ സഹായിക്കുകയില്ല. Education can give you information. വിദ്യാഭ്യാസത്തിന് നമ്മുടെ ജീവിതത്തിൽ അറിവിനെ മാത്രമേ നൽകുവാൻ കഴിയുകയുള്ളൂ. The word of God will give you enough power and strength and energy and life to win in the battle that is going on in the mind. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് നമ്മുടെ മനസ്സിൽ നേരിടുന്ന ഈ യുദ്ധത്തെ ജയിക്കുവാൻ ആവശ്യമായ ശക്തിയെയും കഴിവിനെയും അതിനെ മറികടക്കുന്നതിന് ആവശ്യമായത് എല്ലാം നൽകുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയുന്നതാണ്. Hallelujah. Hallelujah. That's what Jesus did.
അത് തന്നെയാണ് യേശു കർത്താവും ചെയ്തത്. Matthew chapter 4 verse number 4 says, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം there പറയുന്നു, was a battle that was going on between Satan. അവിടെ യേശു കർത്താവും സാത്താനുമായി അവിടെ ഒരു യുദ്ധം നടക്കുകയാണ്. Jesus answered, it's written, man shall not live on bread alone, but on every word that comes from the mouth of God. അതിന് യേശു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളാലും ജീവിക്കുന്നു. Hallelujah. So we are not living on earthly food, physical food alone. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് നമ്മുടെ ഭൂമിയിൽ ഭൗതികമായി നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ കൊണ്ട് മാത്രമല്ല. A few years back we all had breakfast. നമ്മൾ ഇന്ന് രാവിലെ എല്ലാവരും പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. After some time we will have our lunch. കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കും. And this evening we'll have our dinner. രാത്രിയിൽ നമ്മൾ നമ്മുടെ അത്താഴം കഴിക്കും. That is for the body. അത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണ്. But for the spirit and for our mind, we have to live on the word of God. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിന്, നമ്മുടെ ആത്മാവിന് നമുക്ക് ദൈവത്തിന്റെ വചനം നമ്മൾ ഭക്ഷിക്കേണ്ടതാണ്. So when we do eat the word of God regularly, there will be developments, a renewal happening in the mind. നമ്മൾ ദൈവത്തിന്റെ വചനം അത് ക്രമീകൃതമായി എല്ലാ ദിവസവും നമ്മൾ വായിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് അതിന്റെ വിശാലതയിലേക്ക്, വികാസത്തിലേക്ക്, വളർച്ചയിലേക്ക് നമ്മുടെ മനസ്സ് അത് കടക്കുകയാണ്. Our body grows and develops when we eat rice and curry and chicken and mutton. നമ്മുടെ ശരീരം അത് വളർന്ന് അത് വികാസം പ്രാപിക്കുന്നത് നമ്മൾ ചോറും ചിക്കനും മട്ടണും ഒക്കെ കഴിക്കുമ്പോഴാണ്. Hallelujah. Hallelujah. But our spirit man, our inner man grows and develops when we eat the word of God. നമ്മുടെ ആന്തരിക മനുഷ്യൻ, നമ്മുടെ ആത്മാവ് വളരുന്നത്, വികാസം പ്രാപിക്കുന്നത് നമ്മൾ ഈ ദൈവത്തിന്റെ വചനം അത് വായിക്കുമ്പോഴാണ്, അതിൽ നിന്ന് ഭക്ഷിക്കുമ്പോഴാണ്. When we eat the word of God, our mind will develop. നമ്മൾ ദൈവത്തിന്റെ വചനം ഭക്ഷിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വികാസം പ്രാപിക്കുകയാണ്. It will become strong. അത് ശക്തിയുള്ളതായി മാറുകയാണ്. Fight the battle against the evil things. അത് പൈശാചികമായ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി എതിരുള്ള യുദ്ധത്തിൽ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ വചനം സഹായിക്കുന്നതാണ്. When we know the word of God, we will start thinking differently. നമ്മൾ ദൈവത്തിന്റെ വചനം മനസ്സിലാക്കുമ്പോൾ നമ്മൾ വ്യത്യസ്തമായി ചിന്തിക്കാൻ പോവുകയാണ്. Hallelujah. Hallelujah. Take a decision today. ഇന്ന് നിങ്ങൾ ഒരു തീരുമാനമെടുക്കുക. As much as possible, you will eat the word of God. ഇത് നമുക്ക് കഴിയുന്ന എത്രത്തോളം കഴിയുമോ അത്രത്തോളം ദൈവത്തിന്റെ വചനം ഞാൻ ഭക്ഷിക്കാൻ പോവുകയാണ്. Hallelujah. Hallelujah. In my case, what I'm doing is every day, as much as possible, I read the Bible, I meditate on it, I work on it, I preach, I speak, I share. I always interact with the word of God. എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ വചനം ഒത്തിരി വായിക്കാറുണ്ട്, അത് ധ്യാനിക്കാറുണ്ട്, അത് കൂടുതൽ പഠിക്കാറുണ്ട്, അത് പ്രസംഗിക്കാറുണ്ട്, അതെൻ്റെ ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കി കൊണ്ടുവരാറുണ്ട്, അത് ഞാൻ പ്രഖ്യാപിക്കാറുണ്ട്. ദൈവത്തിൻ്റെ വചനം ഞാൻ കൂടുതലായി ഉപയോഗിക്കാറുണ്ട്. That is making my inner man strong in the Lord. അത് എൻ്റെ ആന്തരിക മനുഷ്യനെ കർത്താവിൻ്റെ സന്നിധിയിൽ ശക്തിയുള്ളതായി നിർത്തുന്നതാണ്. Somebody say hallelujah. എത്ര പേർ കൈകൾ ഉയർത്തിയ ഹല്ലേലൂയ പറയും? നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഡെലിവറൻസ് ക്ലിനിക് 2016. ജൂൺ 14, 15, 16 തീയതികളിൽ രാവിലെ 9 മണി മുതൽ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ടീമും ശുശ്രൂഷിക്കുന്നു. നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുവാനായി വിളിക്കുക 0484 422 101.
ആൻറ്റിക്ക് വളരെ വർഷങ്ങളായി താനൊരു പൈശാചിക ബന്ധനത്തിലായിരുന്നു. ആൻറ്റിക്ക് ആ സംഭവം വരുന്നതെന്ന് പറഞ്ഞാൽ ആരോ തൻ്റെ ശരീരത്തിൽ കയറുന്ന പോലെ തന്നെ എനിക്ക് അനുഭവപ്പെടും. ഒരു ഫീലിംഗ് ഉണ്ടാവും. ആ സംഭവത്ത് താൻ വീട്ടിലുള്ള എല്ലാവരോടും ദേഷ്യപ്പെടും. ആഹാരമൊന്നും കഴിക്കില്ല. താൻ മറ്റൊരു വ്യക്തിയായി മാറും. ആ സമയത്ത് ഈ പൈശാചിക ശക്തി അകത്ത് പ്രവേശിച്ചു വരുമ്പോൾ വേറൊരു വ്യക്തിയായി മാറും. മാത്രമല്ല വീട്ടിലെല്ലാവരോടും ദേഷ്യമായിരിക്കും. പ്രാർത്ഥനയോടോ ഒന്നിനോടും ഒരു താല്പര്യം ഉണ്ടാവും. എല്ലാവരോടും വെറുതെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് കൂടുതലും രാത്രികളിലാണ് കൂടുതലും വരുന്നത്. എനിക്ക് എപ്പോഴും എങ്ങനെ ഉണ്ടായിരുന്നു? 2 വർഷത്തോളം 2 വർഷത്തോളം തനിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ കുറച്ച് മാറി നിൽക്കും. വീട്ടിൽ ചെല്ലുമ്പോൾ പിന്നെയും ഇതേ അവസ്ഥയാവും. ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ശരീരം പ്രത്യേക രീതിയിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അങ്ങനെ ആളുകൾക്ക് കണ്ടാൽ തന്നെ പേടിയാകുന്ന ഒരു അവസ്ഥയിലായിരുന്നു ആൻറ്റി വളരെ വർഷങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. മറ്റുള്ളവരെ കൂടെ പേടിപ്പിക്കുന്ന രീതിയിലായിരുന്നു അങ്ങനെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കുടുംബം തൻ്റെ ഭർത്താവും ഒന്നിച്ച് ഈ കഴിഞ്ഞ ദിവസത്തെ 3 ദിവസത്തെ ഡെലിവറൻസ് ക്ലിനിക്കിൽ അവർ കുടുംബമായി വന്ന് അതിനകത്ത് പങ്കെടുത്തു. ആൻറ്റി പറയുന്നത് ഇങ്ങനെയാണ്, 2 വർഷമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഡെലിവറൻസ് ക്ലിനിക്കിൽ പരിശുദ്ധാത്മാവ് തന്നെ സ്പർശിക്കുകയും തൻ്റെ ശരീരത്തിൽ നിന്ന് ആ ബാധ പൂർണ്ണമായും മാറുകയും ഇപ്പോൾ അതിനുശേഷം താൻ ഭവനത്തിൽ വന്നിട്ട് ഇതുവരെ അങ്ങനെ ഒരു കുഴപ്പം വന്നിട്ടില്ല. പ്രശ്നം ഉണ്ടായിട്ടില്ല. ആഹാരം കഴിക്കാം. താൻ ആരോടും ദേഷ്യപ്പെടുന്നില്ല. തൻ്റെ ശരീരം അങ്ങനെ പ്രത്യേക രീതിയിൽ ആടുന്നൊന്നുമില്ല. തനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് പോലും ഇപ്പം ഇല്ല. അതുകൊണ്ടാണ് അതിന് ഡെലിവറൻസ് ക്ലിനിക് എന്ന് പേരിട്ടിരിക്കുന്നത്. ഇപ്പൊ പൂർണ്ണമായിട്ട് ആൻറ്റി സൗഖ്യമായിരിക്കലാണ് പറയുന്നത്. കൈകളൊന്ന് ഉയർത്തി യേശുവിന് നന്ദി പറയാം. ഈ പറഞ്ഞതെല്ലാം ശരിയാണോ സിസ്റ്റർ? ഇപ്പൊ അങ്ങനെ പ്രശ്നം അതിന് ശേഷം പ്രശ്നവുമില്ല. എനിക്കെല്ലാ ആഹാരവും കഴിക്കാം. അല്ലെങ്കിൽ മീൻ ഇറച്ചിയൊക്കെ കാണുമ്പോൾ എനിക്ക് ഛർദ്ദല വരും. വെറും മിക്ക ദിവസവും ഞാൻ വെറും കഞ്ഞിയാണ് വീട്ടിൽ കുടിക്കുന്നത്. ആഹാരം എടുത്തു വെക്കുമ്പോൾ എത്ര നാൾ ഇത് അനുഭവിച്ചു ഇങ്ങനെ പ്രയാസം? 2 വർഷത്തോളം. 2 വർഷം ഇങ്ങനെ അനുഭവിച്ചു. അങ്ങനെയാണ് ബ്ലെസ്സിംഗ് ഗ്രൂപ്പിൽ പ്രാർത്ഥനയും ഞങ്ങൾ TV പ്രോഗ്രാമിൽ കാണുന്നതും ഞാൻ എൻ്റെ ഭർത്താവും പ്രാർത്ഥനയിൽ വരുന്നതും ഞങ്ങൾ സ്നാനപ്പെട്ട് ഇപ്പോൾ എൻ്റെ വീട്ടിൽ പ്രാർത്ഥന ആഴ്ചതോറും ബ്ലെസ്സിംഗ് ഗ്രൂപ്പ് നടക്കുന്നുണ്ട്. വലിയൊരു ബ്ലെസ്സിംഗ് ഗ്രൂപ്പാണ്. ഒരു ദൈവഭവനമായി മാറി. ഹല്ലേലൂയ. കർത്താവ് ആ സഹോദരി പറഞ്ഞു, നീ അനുഭവിച്ചത് മതി, ഇനി നീ സ്വസ്ഥമായി ജീവിക്കും. ഹല്ലേലൂയ. ജൂൺ മാസത്തിൽ 14, 15, 16 തീയതികളിൽ കൊച്ചിയിൽ ബ്ലെസ്സിംഗ് സെൻ്ററിൽ വെച്ച് അടുത്ത 3 ദിവസത്തെ ഡെലിവറൻസ് ക്ലിനിക്ക് നടക്കുന്നുണ്ട്. ഇവിടുന്ന് പലരും വന്നിരുന്നു. ഈ 3 ദിവസം അവിടെ താമസിച്ച് അറ്റൻഡ് ചെയ്യുമ്പോൾ ആ 3 ദിവസം കൊണ്ട് ദൈവം വലിയൊരു വിടുതലാണ് എല്ലാവർക്കും നൽകുന്നത്. കൈകളെ ഉയർത്തി യേശുവിന് നന്ദി പറയാം. വീണ്ടും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കർത്താവേ, പൈശാചിക ശക്തികളാൽ പീഡിപ്പിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ പൈശാചിക ശക്തികൾ വിട്ടുമാറി പൂർണ്ണ വിടുതൽ ആ ഭവനങ്ങളിൽ, വ്യക്തികളിൽ ഉണ്ടാകട്ടെ. ഒരു വലിയ വിടുതൽ ഉണ്ടാകട്ടെ. രോഗങ്ങളും സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അടിമാലി ജൂൺ 10 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പഞ്ചായത്ത് ടൗൺ ഹാൾ, അടിമാലി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കട്ടപ്പന ജൂൺ 11 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, കട്ടപ്പന. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, അങ്ങയുടെ കൈകൾ നീട്ടി ഓരോ വ്യക്തികളെ അങ്ങ് തൊടണമേ. ചില കിടന്ന കിടപ്പിൽ തന്നെ ആയിരിക്കുന്ന, ബെഡിൽ തന്നെ വിശ്രമിക്കുന്ന ചില രോഗികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ വിടുതൽ ഇപ്പോൾ അവിടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ ഈ വായുടെ അകത്ത് മോണയുടെ ഭാഗങ്ങളിലെല്ലാം പഴുപ്പ് വന്ന് വളരെ ഡേഞ്ചറസ് സിറ്റുവേഷനിലായിരിക്കുന്നൊരു വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ ക്യാൻസർ രോഗം പൂർണ്ണമായി മാറിപ്പോകട്ടെ. ബ്രെയിൻ ട്യൂമർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അല്ല, ബ്രെയിൻ ചുരുങ്ങുന്നൊരു രോഗം പൂർണ്ണമായും ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ ശ്വാസകോശങ്ങളെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കിഡ്നികൾ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ തന്നെ ഡയാലിസിസ് വേണ്ടാത്ത രീതിയിൽ പൂർണ്ണമായുള്ള സൗഖ്യം കർത്താവ് നൽകുകയാണ്. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. കരൾ രോഗങ്ങൾ മാറട്ടെ, സൗഖ്യമാകട്ടെ. അതുപോലെ പിത്താശയം, ഗോൾ ബ്ലാഡർ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. അതുപോലെ ചില ക്രിയേറ്റീവ് മിറക്കിൾസ് കർത്താവ് ചെയ്യുന്നത്, ചില അസ്ഥികൾ വളഞ്ഞിരിക്കുന്നത് കർത്താവ് സ്ട്രെയിറ്റൻ ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ.
അതുപോലെ പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ കൊണ്ട് രോഗികളായി മാറുകയും ടോർമെൻ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന വ്യക്തികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആരൊക്കെയോ പുകവലി ശീലത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലർ, യേശുവിൻ്റെ നാമത്തിൽ അവർ ഇപ്പോൾ തന്നെ പുറത്തു വരട്ടെ. മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരേണ്ടവർ പുറത്തു വരട്ടെ. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. അതുപോലെ മാനസിക രോഗങ്ങൾ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവെ, വിവിധമായ വിടുതലുകൾ വളരെ ശക്തമായി അനേക വ്യക്തികളിൽ ഒരുപോലെ ഒരേ സമയത്ത് കർത്താവെ നീ നൽകുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇന്ന് അടിമാലിയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. നാളെ കട്ടപ്പനയിൽ നടക്കുന്നു. തീർച്ചയായിട്ടും വരണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. മാത്രമല്ല, വരുമ്പോൾ നിങ്ങൾക്ക് ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ, CD-കളൊക്കെ കരസ്ഥമാക്കാൻ കഴിയും. എന്നാൽ തപാൽ മാർഗം വേണ്ടവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി ഇത് കരസ്ഥമാക്കാം. മാത്രമല്ല, എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ നടക്കുന്ന പ്രത്യേകമായ പ്രയറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളേറ്റവും അടുത്തുള്ള ഒരു ബ്ലെസ്സിങ് സെൻറ്റർ ഏതെന്നറിയാൻ സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് വിശദാംശങ്ങൾ ലഭിക്കും. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയിലൂടെ നമുക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.